ഹായ് ഗായ്സ്, ഇപ്പൊ ഗ്യാസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളൊന്ന് അടുപ്പിൽ ചോറ് വെക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അച്ഛനാണ് ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തത്. ആദ്യമായിട്ടാണ് വീട്ടിലേക്കുള്ള ചോറ് ഞാൻ വെക്കുന്നത്. എന്താവോ എന്തോ തീക്ക് പകരം കുറെ പുക വന്നപ്പോ ഞാനൊന്ന് ടെൻഷനായി. ചോറായിട്ട് വരുമ്പോ പുകമാണോ അടിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ടെൻഷനായിരുന്നു. പിന്നെ പണ്ടത്തെ ആൾക്കാർ തീ ആണെന്നിട്ട് ഇരിക്കുമ്പോൾ കുഴൽ കൊണ്ട് ഊതിയിട്ട് തീ വരുത്തിക്കുമല്ലോ, അപ്പൊ ആ ടെക്നിക്ക് പിടിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും അച്ഛൻ ബാക്കിൽ ടെൻഷനായി. ഇങ്ങനെ തിളക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ ആറ്റിറ്റ്യൂഡ് വിടാത്തത് കൊണ്ട് ഒക്കെ ശരിയാണ്, ഒക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അത് ഇരിപ്പാണ്. ഇങ്ങനെ അവസാനം ചോറായോ എന്ന് നോക്കുകയാണ്. ചോറ് വിചാരിച്ച പോലെ മൂഞ്ചിട്ടില്ല കേട്ടോ, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ മുട്ട കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ പോയിട്ട് പാല് വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ പാല് വാങ്ങിക്കാൻ പോകും. ആ കാണുന്ന പാൽക്കാരൻ്റെ അടുത്ത് പാല് വാങ്ങിച്ചിട്ട് തിരിച്ചു വീട്. കുറേ ദിവസമായിട്ട് മുടിയൊന്നും വെട്ടാത്തതുകൊണ്ട് മിലിറ്ററി കട്ട് അടിച്ചിട്ട് വന്നു കൊണ്ട് എന്നെ പറഞ്ഞോടാണ്. ഈ മേലത്തെ മുടി ഒന്ന് ഷോർട്ട് ആക്കണം, നല്ല ഷോർട്ട് ആക്കണം. പിന്നെ ഈ സൈഡത്തെ ഇങ്ങനെ ഇരിക്കട്ടെ. അമ്മ പറഞ്ഞ പോലെ തന്നെ മിലിറ്ററി കട്ട് വെട്ടിയിട്ടുണ്ടല്ലോ അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഏട്ടൻ പുതിയൊരു ബിയർ സ്റ്റൈലായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും നോക്കില്ല, ഞാൻ ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്താണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്, സെറ്റ് അല്ലേ? ഷുണ്ടറിനായിട്ടല്ലേ? ടെൻഷൻ അതൊന്നും അല്ല, മിലിറ്ററി കട്ട് വേണ്ടിട്ട് പറഞ്ഞു വിട്ട ആളോട് എന്ത് പറയുന്നതാണ്. അങ്ങനെ ഞാൻ ആളുടെ അടുത്ത് പോയി വന്നിട്ട് വീടെത്തിയിട്ട് മുടി വെട്ടിയത് നമുക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അമ്മ പറയണ അശ്വോ എന്തായി കാണിച്ചു വെച്ചിരിക്കണം, മിലിറ്ററി കട്ട് എന്നല്ലട മാനം നിന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അമ്മ പറയാം. ഞാൻ പറഞ്ഞു ഇതാണ് അപ്പോഴത്തെ മിലിറ്ററി കട്ട് എന്നാണ്. ഇപ്പോൾ ഒന്ന് ഓർഡർ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാരി അച്ഛന് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അച്ഛനും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന് മനസ്സിലായി. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ചെറുപ്പം തൊട്ട് നമ്മളെ മുട്ടക്രാപ്പ് പോലെ മുടി വെട്ടിക്കൊണ്ട് നടത്തിയതല്ലേ, അപ്പൊ അതിന്റെ ഒരു ഇതാണ്, കാര്യമില്ല. അങ്ങനെ കുളി കഴിഞ്ഞ് ഉച്ചയൂണ് കഴിഞ്ഞത് വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യാനുള്ള പ്ലാനാണ്. ജിമ്മിന് പോകാത്തോണ്ട് ബാൻഡ് വെച്ചിട്ടാണ് കേട്ടോ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ചെറിയ തോതിലുള്ള സ്ട്രെങ്തനിങ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ലെങ്സിനുള്ള ഈ ഒരു എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതും കഴിഞ്ഞ് ഇന്നത്തെ ദിവസത്തെ രണ്ടാമത്തെ കുളി പാസ്സാക്കിയതോടുകൂടി ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബൈ ബൈ.